ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ അങ്ങനെ എവിടെയാണ് ആൻസി? ഇടുക്കി തൊടുപുഴയിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ഇടുക്കി ടൗൺഷിപ്പിലേക്ക് പോകണം. അതായത് ഇടുക്കീൻ്റെ ഹൃദയഭാഗം എന്നൊക്കെ അറിയപ്പെടുന്ന ഇടുക്കീൻ്റെ ടൗൺഷിപ്പിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ പോകുന്ന റൂട്ടിലും ഉള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഒരാൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, എന്താ കുഞ്ഞെ വലിച്ചു വെക്കുകയാണ് ലൈറ്റിന് വേണ്ടി. കൊച്ചിന് അതൊക്കെ കറക്റ്റ് കാര്യങ്ങൾ അറിയാം അല്ലേ. അപ്പോൾ ഞങ്ങൾ ഇന്നലെ വേറെ റൂട്ടായിരുന്നു കയറിയത്. നമ്മുടെ കോതമംഗലം വഴിയൊന്നും അല്ല വന്ന് വേറെ ഏതൊക്കെയോ നമ്മുടെ മലയോര ഹൈവേ ഉണ്ടല്ലോ, ആ മലയോര ഹൈവേ വഴി കയറി. അങ്ങനെയാണെന്ന് തോന്നുന്നു നമ്മളെ ഇവിടെ ഇങ്ങനെ എത്തിച്ചു. ഞങ്ങൾ ലാസ്റ്റ് തൊടുപുഴയിലെത്തി. അങ്ങനെ തൊടുപുഴയിൽ എത്തിയ സ്ഥിതിക്ക് ഞങ്ങൾ ഇവിടെ തന്നെ റൂം എടുത്ത് കൂടാന്ന് വിചാരിച്ചു. കാരണം വേറെ ഒന്നുമല്ല, മിനിഞ്ഞാന്നത്തെ ഉറക്കം ഒന്ന് ശരിയാക്കണം, ഒന്ന് ടാലി ആക്കണം. അപ്പോൾ അതെല്ലാം ടാലിയായി. അപ്പോൾ നമുക്ക് ഇന്നത്തെ യാത്രയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സാധനങ്ങളൊക്കെ എടുത്തില്ലേ? അതാ ഞാൻ നോക്കുന്നത്. നമ്മൾ സാധാരണ എന്തെങ്കിലുമൊക്കെ തപ്പുന്ന, എന്തെങ്കിലുമൊക്കെ വെച്ച് മറക്കുന്നതാണ്. നീ എടുക്കണോ? അത് വേണോ? നോക്കി, ഒരു കുഞ്ഞു ബാഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ചോറ് കുറച്ച് അധികം തിന്നണം കേട്ടോ. അപ്പൊ നമുക്ക് വണ്ടിയിലേക്ക് പോവാം അല്ലേ? ഇവിടെ എന്താ പരിപാടി? തൊട്ടിലാട്ടോ വെച്ച് കൊച്ചിന് ആല് നിന്നെ തെറി വിളിച്ചാ മനസ്സിലായില്ല. തൊട്ടീന്ന് തൊട്ടി മതി ആട്ടിയത്. കൊച്ചുറങ്ങി. ശരി, കൊച്ചുറങ്ങി ഒരു ബാഗൊക്കെ കിട്ടിയിട്ടുണ്ടേ. ആ ബാഗ് നേരെ ഇടും ഞാൻ. പണി കളിയോ? ഇല്ല, ഈ ചേട്ടൻ്റെ അടുത്ത് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞോ? ഇതിവിടെ റൂം എടുത്ത അയാളുടെ തന്നെ ആയിരിക്കും അല്ലേ? എനിക്കൊരു പേടി എന്തായിരുന്നു അറിയോ, ഈ വണ്ടി എടുക്കുമ്പോൾ നമ്മൾ മാറ്റി കൊടുക്കാൻ രാവിലെ ഏക്കണല്ലോ എന്നായിരുന്നു എൻ്റെ ഒരു. വണ്ടി ഒന്നും എടുക്കാറേ ഇല്ലാന്ന് തോന്നുന്നു. എടുക്കാറുള്ള ആണോ? ഇന്നലെ പറഞ്ഞായിരുന്നു ചിലപ്പോൾ ഒന്ന് എടുക്കാൻ വേണ്ടി മാറ്റി കൊടുക്കേണ്ടി വരുമായിരിക്കും എന്ന് പറഞ്ഞായിരുന്നേ. അപ്പോൾ വേണ്ടി വന്നില്ല. ആ, നീ വരുന്നുണ്ട് ഞങ്ങളുടെ കൂടെ. വാ. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയില്ലേ? നമ്മൾ നിന്നത് അമൻ റെസിഡൻസി. അത്യാവശ്യം നല്ല റൂമും കാര്യങ്ങളൊക്കെയാണ് അല്ലേ? നല്ല പെരുമാറ്റമാണ്. ഇനി വൺ വേ ആണോ? അതെനിക്ക് മനസ്സിലാവട്ടെ. ഇങ്ങനെയൊക്കെ പോണല്ലേ? വൺ വേ ആണെന്ന് തോന്നുന്നു. ആണോ? നീ ആണോ? അങ്ങോട്ടൊക്കെ വണ്ടി പോകുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ കയറി വരുന്ന കാര്യമൊക്കെ കണ്ട. നമുക്ക് ആദ്യം എൻ്റെ ഫോണൊന്ന് ഓണാക്കട്ടെ. ഫോൺ അടിച്ചു പോയോ എന്നൊരു സംശയം. ഓണാവുന്നില്ല. അങ്ങനെ നമ്മള് അവിടുന്ന് തിരിച്ചിങ്ങോട്ട് വണ്ടി എടുത്തിട്ടോ. നമ്മൾ അങ്ങോട്ട് പോയിരുന്നെങ്കിൽ അത് വൺ വേ ആയിരുന്നു. ഇത് തൊടുപുഴ 6. ബ്യൂട്ടിഫുൾ. വഴി ഇങ്ങനെ തന്നെയല്ലേ? ഇങ്ങനെ തന്നെയാണ് വഴി. ഇവിടുന്ന് ഇങ്ങോട്ട് എടുത്താൽ മതി. ലെഫ്റ്റാ? ഇതാരോ ഞാൻ കുഞ്ഞാറ്റ അവിടെ ഇരുന്ന് കടിച്ചു പൊട്ടിക്കുന്നുണ്ട് മുറുക്ക്. ആഹാ, മണിയുടെ പട്ടകയാണല്ലോ രാവിലെ തന്നെ. തൊടുപുഴ അത്യാവശ്യം ഓണായി തുടങ്ങി. ടൗണല്ലേ? തിരക്കൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് രാവിലെ. ഇവിടുന്ന് വേഗം പോകുന്ന ഗാന്ധിജിയായിരുന്നോ? ചോദിച്ചിട്ട് ഞാൻ മറന്നു. 1 മണിക്കൂർ മുമ്പ് ചോദിച്ചിട്ട് ഇപ്പോഴാണ് കൊച്ചതിന്റെ ഉത്തരം. ഞാൻ അതാണ് ഈ വിട്ടും പോയി. നിങ്ങളപ്പത്തേക്ക് 6ന്റെ കാര്യം പറഞ്ഞപ്പോഴേ അങ്ങോട്ട് ശ്രദ്ധ. നല്ല വെയിലടിക്കുന്നുണ്ടോ? നല്ല വെയിലുണ്ട്. ഞങ്ങൾ പോകുന്ന വഴിയില് ഒരു വലിയൊരു പുഴ കണ്ട് നിർത്തിയതാണ് കേട്ടോ. ഇത് തൊടുപുഴ റിവർ അല്ലേ? തൊടുപുഴ റിവർ. എമ്മാരി വെള്ള. ഞാനതല്ലേ അങ്ങോട്ട് ഇറങ്ങാത്തെ. നമ്മള് ടീമിനെ ഇറക്കിയ പിന്നെ വെള്ളത്തിൽ കളിക്കേണ്ടി വരും. അല്ല, അങ്ങനൊന്നും കാണാൻ പറ്റില്ല. ഇവിടുന്ന് ഇങ്ങനെ കാണാനും മാത്രമേ ഉള്ളൂ. കൊച്ചൊന്നായാലും കളിക്കാനൊന്നും പറ്റൊന്നുമില്ല. നല്ല വെള്ളം കേട്ടോ. ഞാനിങ്ങനെ സൈഡിൽ അവിടെ നിന്നിട്ട് ഞങ്ങളിങ്ങനെ കാണുന്നുണ്ട്. കണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് നിർത്താൻ പറ്റിയത്. നിർത്തിയ സ്ഥലത്താണെങ്കിൽ ക്ലിയർ ആയിട്ട് കാണാനും പറ്റുന്നില്ല. സങ്കടം പിടിച്ചിരിക്കുക. ഇറക്കാത്തോണ്ടാ? നീ പോടി പെണ്ണെ. അവിടെ വലിയ ക്ലിയർ ആയിട്ട് കാണുന്നില്ല. സാധാരണ ഞാൻ കുറച്ച് മുമ്പിൽ നിർത്താൻ പറഞ്ഞില്ലേ, ആ വളവിൽ കറക്റ്റ് കാണായിരുന്നു. വേണമെങ്കിൽ ഇത് കാണണോ? എന്ത് വേണമെങ്കിലല്ല, എന്താണ് കാണേണ്ടത്? വെള്ളച്ചാട്ടം അരുവിക്കുത്ത്. നമ്മള് ഞാനും കൊണ്ട് വന്നപ്പോ വന്ന് കണ്ട ഡാമാണ്. അല്ല, ഡാമല്ല, വെള്ളച്ചാട്ടമാണ്. കണ്ടിട്ട് വരാം. അരുവിക്കുത്ത്. അങ്ങോട്ട് വിട്ടാലോ? ഓക്കെ. അങ്ങനെ ഞങ്ങള് അരുവിക്കുത്ത് വാട്ടർഫോൾസിലേക്ക് പോവാണ് കേട്ടോ. ഞങ്ങൾ നിന്നതിന്റെ തൊട്ട് അടുത്ത് കൂടിയായിരുന്നു ശരിക്കിലേക്ക് പോകേണ്ട വേറൊരു റൂട്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന റൂട്ടേ അല്ലല്ലോ ഇതൊന്നും. അല്ല, അതാണ് വേറൊരു പ്രത്യേകത. പോയ റൂട്ടിൽ കൂടി അല്ലാണ്ട് എത്ര ട്രിപ്പ് വേണമെങ്കിലും ഓൾ കേരള അല്ല ഓൾ ഇന്ത്യ വേണം എല്ലായിടത്തും പോവാം. നമുക്ക് എല്ലായിടത്തും പല റൂട്ട്. അതെ, പല റൂട്ടും പല രീതിയിൽ കൂടി പോയി ഒരേ സ്ഥലത്ത് എത്താൻ പറ്റും.
ഇപ്പൊ ഫുൾ എന്താണെന്നറിയോ, ഈ ഇതിന്റെ ന്യൂസും അല്ല ഇതിന്റെ പ്രചരണമാണ്. ഇലക്ഷൻ്റെ അല്ലേ? ഇലക്ഷൻ പ്രചരണം. ആ ചേട്ടൻ പാട്ടൊക്കെ വെച്ച് വന്നപ്പോ ഞങ്ങൾ വേഗം മാറ്റിയത് കേട്ടോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കോപ്പിറൈറ്റ് കിട്ടും. പിന്നെ എല്ലാരും പറയും പാർട്ടി ബേസ്ഡ് ആണെന്ന് പറയും. അത് പാരഡി പാട്ടാണ്. പക്ഷെ മ്യൂസിക് ഉണ്ടല്ലേ? മ്യൂസിക് ഉണ്ടല്ലേ? ആ മ്യൂസിക് ഉണ്ടെങ്കിൽ കിട്ടൂല പണി. നല്ല റബ്ബർ തോട്ടം, അടിപൊളി അല്ലേ? അടിപൊളി വൈബ്. കുഞ്ഞാന്റെ റബ്ബർ തോട്ടം കണ്ടിട്ടില്ലല്ലോ? കണ്ടിട്ടുണ്ടോ? നമ്മുടെ വീടിന്റെ മുമ്പിൽ തന്നെ റബ്ബർ തോട്ടം അല്ലേടി? അങ്ങനെയല്ല, ഇങ്ങനത്തെ റബ്ബർ തോട്ടം കണ്ടിട്ടുണ്ടോ എന്നാ ഞാൻ ചോദിച്ചത്. ആ അതാകെ ഒരു 4-3 8 റബ്ബർ ഉള്ളതാണോ? മെല്ലെ പറ, മൈക്കുണ്ട്. ഓ സോറി. ആ ഞാൻ അവളോട് ഒച്ചയ്ക്ക് പറഞ്ഞതാ. പറയൂ. ഞാൻ പറ. ലൈബ്രറിയിൽ എന്താണ് ഒട്ടിയിരിക്കുന്ന സാധനമൊക്കെ കളഞ്ഞിട്ട് പിന്നെ പുതിയ പാല് ആണോ? ആ റബ്ബർ എന്തിനാ നമ്മൾ ഉപയോഗിക്കണത്? റബ്ബറിൽ നിന്ന് ഒട്ടിയിരിക്കുന്ന സാധനം ചൊറിഞ്ഞു കളഞ്ഞിട്ട്, അല്ല ചൊറിഞ്ഞു കളഞ്ഞിട്ട് അങ്ങനെ ചേട്ടൻ എപ്പോഴും അഭിമാനത്തോട് പറയുന്നു, ചേട്ടൻ അമ്മച്ചി എന്ത് ചെയ്തു, അമ്മച്ചി നമ്മളെ ചതിച്ചു. ഇങ്ങനെയുള്ളൊരു വഴിയിൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു ഇറങ്ങി നടന്നോ. ഇവിടെയാണ് നമ്മുടെ അരുവിക്കുത്ത് വാട്ടർഫാൾസ് ഉള്ള സ്ഥിതി ചെയ്യുന്നത്. ഇതില് വണ്ടി പോവോ? വണ്ടി ഒന്നും പോവോ എനിക്കറിയത്തില്ല. ഇത് എന്തോന്ന് വഴിയാ, വണ്ടി പോകുന്ന വഴിയാന്ന് തോന്നുന്നു. വണ്ടി പോവും. അപ്പൊ ആരെങ്കിലും ഒന്ന് കാണാന്ന് ചോദിക്കാം. ഇങ്ങോട്ട് ബോർഡും തിരിച്ചു വെച്ചിട്ടുണ്ട്. ഉണ്ടല്ലേ? ഇങ്ങോട്ട് പോട്ടെ. പോകാൻ പറ്റുമെന്നുള്ള അതറിയില്ല. അവിടെ നിന്ന് ഇനി ഓപ്പോസിറ്റ് വല്ല വണ്ടി വന്നാൽ സീനാവും. വണ്ടി പോറുമല്ലേ ചെയ്യുന്നത്? പോറോ? പിന്നെ എന്നാ വേണ്ട, ഇവിടെയൊക്കെ പോകുമ്പോ പോറാതെ പിന്നെ ഓഫ് റോഡാണ്. ഓഫ് റോഡ് നല്ല വഴി ചിലപ്പോ അപ്പുറത്തുണ്ടാവും കേട്ടോ. അല്ല അങ്ങനെയാണല്ലോ പൊതുവെ നമുക്ക് വരാറ്. ഇതിന് പോയാൽ പണി കിട്ടുമോ അറിയില്ല. അവിടുത്തെ അപ്പുറത്ത് കൂടെ വെള്ളം ഒഴുകുന്നുണ്ടല്ലോ. ഗൂഗിൾ മാപ്പിന്റെ അമ്മച്ചീനോട് വേറെ ഒന്ന് ചോദിക്കാം. ഓക്കെ. അയ്യോ, അടുത്ത റോഡ് ചോദിക്കാൻ പോയിട്ടുണ്ട്. എന്തായി? ധൈര്യത്തിൽ പൊക്കോളെ. അതെന്താ? വഴി ഇങ്ങനത്തെ വഴിയാന്നേ ഉള്ളൂ. അവിടം വരെ വണ്ടി പോകുന്നു, ഒന്നും നോക്കാനില്ലാന്ന്. അല്ലേ? നല്ല അടിപൊളി വഴി. നോക്കണ്ടാന്ന്. നമ്മളങ്ങനെയാണ്. നമ്മള് എന്താ പറയാ, കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെ പോയെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗം കാണാൻ പറ്റൂ. അല്ലാണ്ട് മൊത്തം ഹൈവേ കൂടി തന്നെ പോകാനാണെങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കണ്ടല്ലോ. വണ്ടിക്ക് എന്തിനാണ് ഷോക്കും ഇതൊക്കെ കമ്പനി കൊടുക്കുന്നത്? അതെ അതെ. ഇത് ഈ വഴി നമ്മൾ താഴെ കൂടി ഇപ്പൊ വന്നത് ഇങ്ങോട്ട് ആണല്ലേ? ആ അല്ല, ഇത് ഈ താഴെയുള്ള വീടൊക്കെ നമ്മൾ കണ്ടതായിട്ട് എനിക്കൊരു ഓർമ്മ ഉണ്ട്. ഞാൻ കൈ പുറത്തിടുന്ന അത്ര നല്ല കാര്യത്തിനല്ല. ഉള്ളല്ല എന്റെ കയ്യിലിരിക്കും. പോവാല്ലേ, അങ്ങോട്ട് എത്തിയിട്ട് കാണാം ഇനി. കല്ലും മുള്ളും നിറഞ്ഞ വഴിയൊക്കെ വന്ന് വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് അങ്ങോട്ട് പോയപ്പോഴാണ് ആ സത്യം മനസ്സിലാക്കിയത്. എന്താണ് വായും പൊളിച്ച് മുകളിലേക്ക് നോക്കി നിൽക്കുന്ന രണ്ടുപേരും കൂടി? എന്താ മുകളിലേക്ക് നോക്കി നിൽക്കുന്നത്? വെള്ളച്ചാട്ടം കാണൂ. വെള്ളച്ചാട്ടം കാണു. പണിപാലി വെള്ളമില്ല. ആ സത്യം ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായതല്ലേ. ഇതിനാണോ നമ്മൾ ഇത്രയും കട്ടറിൽ കൂടി വന്നേ? അല്ല, ഇത്രയും കല്ലും മുള്ളും താണ്ടി വന്നത് ഇതിനായിരുന്നു. നമ്മൾ അന്ന് വന്ന ഏരിയ ഓർമ്മയുണ്ടോ? ആ വീടിന്റെ അതിൽ കൂടി ഇങ്ങനെ ഇങ്ങോട്ടാണ് നമ്മൾ വന്നത്. പക്ഷെ ഇതിലെ വണ്ടി പോവില്ലല്ലോ. വണ്ടി പോവില്ല. പക്ഷെ അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് വന്നതെന്ന്. ആണോ? പക്ഷെ അപ്പുറത്തെ കനാലൊക്കെ നമുക്ക് നിറച്ചു വെള്ളം. കനാലിലൊക്കെ നിറച്ചു വെള്ളമുണ്ട്. അപ്പൊ അത് എവിടുന്നാ കനാല് പോകും? കുഞ്ഞാറ്റ ഭയങ്കര ഇതിൽ വരികയായിരുന്നു. വെള്ളത്തിൽ കുളിക്കാനെന്നൊക്കെ ഭയങ്കര വെള്ളത്തിൽ കുളിക്കാൻ പോയിട്ട് കാണാൻ ഇച്ചിരി വെള്ളമുണ്ട്. കുറഞ്ഞ വെള്ളച്ചാട്ടം. സൂം ചെയ്ത് കാണിച്ചാൽ വെള്ളച്ചാട്ടം പോലെ കാണാം അവിടെ. വെള്ളച്ചാട്ടം പോലെ അല്ലേ? ചെറിയ വെള്ളച്ചാട്ടം. നല്ല സൂം ചെയ്യണം, എങ്കിലേ വെള്ളച്ചാട്ടം അറിയുള്ളൂ. അയ്യോ, സൂം ചെയ്യണ്ട. വെള്ളം പോയിട്ടൊന്നുമില്ല. വെള്ളമില്ല. അപ്പൊ പോവാ കുഞ്ഞാറ്റെ. പോവല്ലേ? പക്ഷെ ഇന്നലെ നമ്മളെ അതിരപ്പള്ളിയിൽ എന്ത് വെള്ളമുണ്ട്? ക്ലൈമറ്റിന്റെ അല്ലല്ലോ. ഇവിടെ പക്ഷെ വെള്ളമില്ല. വെള്ളം കുറവായിരുന്നു അവിടെ. ഇപ്പൊ പോവാ നമുക്ക്. കുഞ്ഞാറ്റ ഹാപ്പി ആയി വന്ന കുഞ്ഞാറ്റ വാടി തളർന്നു പോകുന്നു. എന്താ? കാട്ടത്തിയോ? കാട്ടത്തി. ഇതുണ്ടോ? അത്തിപ്പഴം. ഇത് നമ്മുടെ മറ്റേ സാധാ അത്തിയില്ലേ, അതിന്റെ വേറൊരു സാധനം. കുഞ്ഞ് തിന്നാടെ നോക്കണേ കുഞ്ഞേ. അത് തിന്നാനൊന്നും കുഴപ്പമൊന്നുമില്ല. ഇതുണ്ടോ? വിഷമല്ല, ഇത് അത്തിപ്പഴം തന്നെ. മറ്റേ അത്തിന്റെ ടേസ്റ്റ് തന്നെയാണ്. വേറെ രണ്ടുപേരുണ്ടായിരുന്നു ഇവിടെ, അവര് ഷോക്ക് അടിച്ച് തിരിച്ചു പോയി. പക്ഷെ ഇത് നോക്കൂ, ഇതിന്റെ അകത്ത് കനാലിലെ വെള്ളം നോക്ക്. അത്യാവശ്യത്തിൽ കൂടുതൽ വെള്ളമുണ്ട് കനാലിൽ. എന്തോരം വെള്ളം! കനാലിൽ നിന്ന് വെള്ളം കോരാനുള്ള ഒരു പാത്രം വരെ ഇവിടെ വെച്ചിട്ടുണ്ട്. കനാലിൽ നിറച്ച് വെള്ളം. വെള്ളച്ചാട്ടത്തിൽ കനാലിലേക്ക് ഇറക്കിയിട്ടല്ലോ ഞാൻ. വേണ്ട, ആഴമുണ്ട്. ഇതെന്നാലേ ഈ വെള്ളച്ചാട്ടത്തിലേക്ക് വിട്ടായിരുന്നെങ്കിൽ വെള്ളച്ചാട്ടം ആയാലും. പോവാ.
അപ്പൊ നമ്മളങ്ങനെ വെള്ളച്ചാട്ടത്തിന്റെ ചാട്ടം കണ്ട് നമ്മളിങ്ങ് പോകുന്നു. വെള്ളം കണ്ടില്ല കേട്ടോ. നമ്മളെ തന്നെ തെറ്റാണ് അല്ലേ? വെള്ളം ഇല്ലാത്തത് ആരെയും കുഴപ്പം കൊണ്ടല്ലോ. വെള്ളച്ചാട്ടത്തിന് പോയാൽ ഇവിടെ വെള്ളം കാണാൻ പറ്റുന്നുണ്ട്. കനാലിലൊക്കെ എല്ലാരും കുളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടേ. ഇത് മലങ്കര ഡാമിൽ നിന്ന് വരുന്ന വെള്ളം ആണല്ലേ? അപ്പൊ ഈ കനാലിലേ ഇറങ്ങി കുളിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. കുളിക്കണോ? എനിക്ക് കുളിക്കുന്നു വേണ്ട. വേണ്ട, നിങ്ങക്ക് തന്നെ എന്നിട്ട് വീട്ടിൽ പോകാനല്ലേ? അങ്ങനെ എപ്പോഴും സൂക്ഷിക്കണ്ട. നിങ്ങക്ക് ഇടയ്ക്കിടക്ക് അങ്ങനെ ഒരു ചിന്ത വരുന്നുണ്ട് എന്ന് എനിക്കല്ല. തന്നെയും പോകാൻ പറ്റില്ലല്ലോ. എന്താ? വീട്ടിൽ നാട്ടിലെത്തിക്കണ്ടേ? അത് എത്തിക്കണം. പോവാ. ഞാൻ കൊറേ നേരമായിട്ട് ചിന്തിക്കുന്നുണ്ട്. ഞാൻ ഇന്നലെയൊക്കെ കണ്ട് ഇതെന്താ ഞാനിങ്ങനെ ചിന്തിക്കായിരുന്നു കേട്ടോ. ഇതിപ്പോ പുതിയ പൂവും ഇതൊക്കെ വരുന്നുണ്ട്. വെയില് വല്ലാതെ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ. ഇത് കൊള്ളാലേ? നെറ്റ് മേളിൽ കൂടി ഇട്ടിട്ട് സ്പ്രിംഗ്ലർ വെച്ച് അടിക്കുകയാണ് വെള്ളം അടിക്കുകയാണ്. കാരണം ഈ ചൂട് അങ്ങനത്തെയാണ്. ഈ സാധനമൊക്കെ വല്ലതും കിട്ടണമെങ്കിൽ ഈ ചൂടൊക്കെ കഴിഞ്ഞ് വേണ്ട കയ്യിലേക്ക് ഇട്ടാൻ. എന്നിട്ട് ഈ വിൽക്കുന്നവർക്ക് ഇവർക്ക് വല്ലതും കിട്ടുമോ? അതില്ല തന്നെ. പക്ഷെ നല്ല വലിയ തോട്ടം കേട്ടോ. അതിന്റെ നടുക്ക് കൂടി ഫുള്ള് റബ്ബറും റബ്ബറില്ലേ, കുഞ്ഞ റബ്ബർ, അത് വെച്ചെടുത്തിട്ടുണ്ട്. അതങ്ങനെയാണ് അതിന്റെ സിസ്റ്റം. ആണോ? അത് നമ്മളിപ്പോ ഇവര് ലീസിന് എടുക്കാന്ന് വിചാരിച്ചു. ഒരു തോട്ടം ലീസിനെടുത്ത ആ തോട്ടത്തിൽ അവര് റബ്ബർ വെച്ച് കൊടുക്കണം. കാപ്പിയൊക്കെ അല്ലേ? അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട്. പോവാ. ഹൈവേയിൽ റോട്ടിൽ കണ്ടതാട്ടോ. അപ്പൊ ഞാൻ പെട്ടെന്ന് സൈഡാക്കാൻ പറഞ്ഞു. ഇന്നലെയൊക്കെ ഞങ്ങൾ ഫുള്ള് കാണുന്നുണ്ട്. ഇന്നലെ എന്താന്ന് മനസ്സിലാവുന്നില്ല. ദൂര സ്ഥലത്തായിരുന്നു അല്ലേ? അടുത്തായിട്ട് കാണുന്നത് മനസ്സിലാവുന്നു. അപ്പൊ നമ്മളങ്ങനെ മുട്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് തിരിഞ്ഞു കിട്ടോ. നേരെ പോയി എങ്ങോട്ടേ? ഈരാറ്റുപേട്ട എത്തും. ഈരാറ്റുപേട്ട. പക്ഷെ വേറെ കാര്യം എന്താ അറിയാം? പവർ സ്റ്റേഷൻ ആണല്ലോ. ആണോ? അതെ, 110 kV സബ് സ്റ്റേഷൻ. അതായത് ഇവിടെ 105 രൂപ, അതായത് 106 രൂപ ഇവിടെ പെട്രോൾ പൈസ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ 107. 107 ചുരം കയറുന്നതിന്റെ ആണോ അറിയില്ല. കയറ്റം കയറി വരണ്ടേ? പെട്ടെന്ന് എത്തൂലല്ലോ. വീട്ടിലേക്കുള്ളൊരു വഴി നോക്കും. ചില്ലറ വീടാണല്ലോ. അപ്പൊ അത് ഒരു കൊട്ടാരം വീട് തന്നെയാണോന്ന് അറിയില്ല കേട്ടോ. അത് വേറെ കാര്യം. സംഭവം ഞാൻ പെട്ടെന്ന് കണ്ടപ്പോ വീടാന്ന് ഓർത്തുപോയി. വീടാണെന്ന് അറിയില്ല. നമുക്കേ വണ്ടിക്ക് ഒരു അലൈൻമെന്റ് എവിടെയെങ്കിലും കാണാനൊന്നും ചെയ്യായിരുന്നു കേട്ടോ. അലൈൻമെന്റ് നമ്മൾ വണ്ടി എടുത്തിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല. ടയർ ഇതായി പോകുന്നേ, ചെത്തും പെട്ടെന്ന്. ഇതിന് ഇച്ചിരി എന്തോ മാറ്റമുള്ള ഇത് രീതിയിലാന്ന് പറയുന്നത് ഈക്കോയ്ക്കൊക്കെ. അപ്പൊ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും. നോക്കി പോവാം. ഇടുക്കി ഗോൾഡോ? ന്യൂ ഹോട്ടൽ ഇടുക്കി ഗോൾഡ് പൂട്ടിപ്പോയി. പിന്നെ എങ്ങനെ ഇടുക്കി ഗോൾഡ് അല്ലേ അവിടെ വിൽക്കണം? പിന്നെ പൂട്ടാതിരിക്കുമോ? അങ്ങോട്ട് നോക്കൂ, മേളില് മല കണ്ടോ? ഗ്യാസിന്റെ ആയിരിക്കും ഇപ്പൊ. അപ്പൊ നമ്മളങ്ങനെ ചുരം കയറാൻ വേണ്ടി പോകട്ടോ. ഈ കണ്ടോ, ഈ മലകളെല്ലാം താണ്ടി വേണം നമുക്ക് മേളിലെത്താൻ അല്ലേ? അതെ. അവിടെ എത്തുമെങ്കിൽ ഇത്തിരി തണുപ്പുണ്ടായാൽ മതിയായിരുന്നേ. ഫുള്ള് ചൂടാണോ? വേനൽക്കാലത്ത് ഓഫ് ചെയ്ത സീനാണ്. ഓഫാക്കിയാ പോയി. ഇവിടെയൊക്കെ പുറത്ത്, ഇവിടെയൊക്കെ നമുക്ക് ചൂടാണെങ്കിലേ ഇവിടെ ഉള്ളവർക്ക് അതൊരു വിഷയമില്ല. ഞാൻ പെട്ടെന്ന് വിചാരിച്ചത് എന്താ ഒരു ഫ്ലൈറ്റ് സൈഡിൽ കൂടി പോകുന്നത്. ചേട്ടൻ ഓലപ്പുറത്തിരുന്ന് ഓലായിരിക്കും. ഓല ഇവിടെയൊക്കെ ഒരു പ്രത്യേക പച്ചപ്പുണ്ട് അല്ലേ? നല്ലൊരു ഭംഗി. ഇന്നലെ പറഞ്ഞ പോലെ ഇടയ്ക്ക് മഴ പെയ്തു. ഇതിന്റെ ഒരു മാറ്റം. ഫുള്ള് നേഴ്സറി ആണല്ലോ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കാണാം. ഇപ്പൊ വയനാടും അങ്ങനെ ആയല്ലോ. നഴ്സറി മാത്രമേ ഉള്ളൂ ഇപ്പൊ വയനാട്ടില്. പൂക്കളെ സ്നേഹിക്കാത്ത ആൾക്കാരില്ലാത്തതുകൊണ്ടാണ് നേഴ്സറി കൂടുന്നത്. കാര്യമൊക്കെ ഉണ്ടാവും. ഈ ചോരം വരുന്ന എത്രയാ? 12 വളവ്. 12 അതില് 3ാമത്തെ വളവാണ് ഈ കറങ്ങി തിരിഞ്ഞത്. നമ്മള് 3 എത്തിയിട്ടേ ഉള്ളൂ. നമ്മള് ഭയങ്കര സ്ലോ അല്ലേ? 3 എത്തിയിട്ടേ ഉള്ളൂ എന്നല്ല, 3, 2, 1. നമ്മള് താഴേന്നല്ലേ കേറി വന്നേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ തീരാനായി. ഞാനും വെച്ച് നമ്മൾ ഇത്രേ സ്ലോ ആണോ? അത്രയും വളവ് നമ്മളപ്പോ കേറിയോ? നമ്മുടെ ചുരം പോലെ അല്ല. ഉണ്ടെങ്കി എന്തേ? ഞാൻ ഉപയോഗിക്കുന്ന കള്ളല്ലോ അത്. അല്ലേ? കൊച്ചു നമ്മളെ വണ്ടി നിറക്കിയുള്ളൂ. കൊച്ചു ഡ്രൈവ് ചെയ്ത് ഇവിടെയൊക്കെ കണ്ട് ഇടുക്കിയൊക്കെ കണ്ടിട്ട് കൊച്ചു തിരിച്ചു വീട്ടിൽ പോകും. അങ്ങനെ നമ്മള് വളവങ്ങനെ കയറി വന്നപ്പോൾ നമുക്ക് വിശപ്പിന്റെ വിളി വന്നു. അപ്പൊ നമ്മൾ തയ്യാർ എന്ന് കണ്ടു. നമ്മളവിടെ നിർത്താൻ വിചാരിച്ചു. ലാലേട്ടന്റെ കടയല്ല, ലാലേട്ടൻ വന്നിട്ടുള്ള കട. ഇറങ്ങി വരിക ഇങ്ങോട്ട്.
ഞാൻ ചെരുപ്പ് ഞങ്ങൾ 5 മിനിറ്റ് 5 മിനിറ്റ് കൂടുമ്പോൾ ഞാൻ പോലെ സമയത്തില്ല. ഇല്ല സമ്മതിക്കില്ല. കോസ്റ്റ്യൂം 5 മിനിറ്റ് 5 മിനിറ്റ് കൂടുമ്പോൾ ഞങ്ങൾക്ക് മാറിക്കൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ ഒരു സ്വസ്ഥതയും സമാധാനം വാ. ഞാൻ കഴിച്ചതാ. മൊത്തം ഉടുക്കില്ല. ആ നമുക്ക് ഊണ് കഴിക്കാൻ പോവാം. അപ്പോൾ നാൻസി ചോറാട്ടോ കഴിക്കണേ. ഊണ് തയ്യാർ. നാടൻ ചോറ്, നാടൻ കറി, എന്തൊക്കെയാ തോരൻ? പയറുതോരൻ, കോവയ്ക്ക, കോവയ്ക്കത്തോരൻ, ചമ്മന്തി, അച്ചാറ്, പപ്പടം, സാമ്പാർ, മോര്. അടിപൊളി. ഇതെല്ലാം കൂട്ടി ഒരു പിടുത്തം പിടിക്കാം അല്ലേ? അതെ. ചേട്ടൻ്റെ പേരെങ്ങനെയാ? റിജി. കട്ടപ്പനയിൽ ആണോ? നല്ല അടിപൊളി ഫുഡ് അല്ലേ? അടിപൊളി ഫുഡായിരുന്നു. നാടൻ ഫുഡ് കേട്ടോ. വേറെ ഒരു മെയിൻ കാര്യം എന്താന്ന് വെച്ചാൽ ഈ യാത്ര പോകുന്ന ആൾക്കാർക്ക് ഇവിടെ വന്ന് ഫുഡ് കഴിക്കാട്ടോ. കാര്യം എന്താന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ ഇത് ഒരിക്കലും അടക്കില്ല. കാരണം ഞാൻ പറഞ്ഞു പുള്ളിയെടുത്ത് ഇവിടെ കുറെ ഹോട്ടലൊക്കെ അടച്ചു, ഫുഡ് കിട്ടുന്നില്ല, വലിയ പാടാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ചേട്ടൻ പറയാണ്, റജിച്ചേട്ടൻ നല്ല പേര് വന്നു. അപ്പൊ റജിച്ചേട്ടൻ പറഞ്ഞു ഇവിടെ നിങ്ങൾ അങ്ങനത്തെ ഒരു പേടിയും വേണ്ട, കാരണം ഇവിടെ ഫുള്ള് വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നത്, അപ്പൊ അതുകൊണ്ട് പേടിക്കണ്ടെന്ന് കേട്ടോ. പിന്നെ അതുമല്ല വേറെ കാര്യം ഞാൻ പറയട്ടെ, ഈ ഇവിടുത്തെ റജിച്ചേട്ടൻ മോഹൻലാലിന്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കുന്നത് ഞാൻ പറഞ്ഞില്ല. അതെന്താന്ന് വെച്ചാൽ ഇവിടെ മറ്റേ ഗ്രീൻബർഗ് എന്ന് പറയുന്ന ഒരു റിസോർട്ട് ഉണ്ട്, നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ബോർഡ് കണ്ടില്ലേ, അവിടെ വെച്ചിട്ടാണ് 12th മാൻ്റെ ഷൂട്ട് ചെയ്തത് സിനിമ. അപ്പൊ ആ സമയത്ത് എടുത്ത ഫോട്ടോ. ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഫുഡ് കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ സമയത്ത് എടുത്ത ഫോട്ടോ. ഇവിടെ വന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത്. ആണോ? പുള്ളി ഒരു മോഹൻലാൽ ഫാനും കൂടിയാണ്, അപ്പൊ അതിന്റെ പേരിലാണ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ. അപ്പൊ പോവാം. ഇതേതാ ഡാമ? പോ. ഇത് കുളമാവ്. വെള്ളം കുറവാന്ന് തോന്നുന്നല്ലേ? ഇവിടെ ഫോട്ടോ എടുക്കരുതെന്നാണ്. ആണോ? വീഡിയോ എടുക്കാൻ പാടില്ല. പ്രൈവറ്റ് പ്രോപ്പർട്ടി എൻട്രി പ്രൊഹിബിറ്റഡ്. താഴേക്കൊന്നും ഇറങ്ങാൻ പാടില്ല. ഓ അങ്ങനെ. ഓ അങ്ങോട്ട് നോക്ക്, ആ സൈഡിലേക്ക് നോക്കൂ. ആ സൈഡ് നോക്കൂത്തേ. ആ സൈഡിലേക്ക് നോക്കിട്ട് എന്താ കാണാനുള്ള? അവിടെ ഒന്നും കാണാനില്ല. ഇതിന്റെ കെട്ട് കാണായിരുന്നു. കെട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അവിടെ അതാ ചെറിയ ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ അല്ലേ? അവിടെ ആയിട്ട്. വെള്ളം കുറവാണല്ലോ, ഒറ്റ കുറവാട്ടോ. ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യരുത്. അത് ഇവിടുന്ന് നിങ്ങൾക്ക് താഴേക്കൊന്ന് കാണുമെന്ന് നോക്കി. കാണില്ലേ? അല്ല വേറെ വണ്ടികളൊന്നും വരുന്നില്ലല്ലോ, അതുകൊണ്ട് കെട്ടിന്റെ എന്തെങ്കിലും ഒന്നും കാണില്ലെന്നേ. അപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് നോക്കാൻ പറ്റുമോ നോക്കാം നമുക്ക്. നല്ല സീനറി ആയിരിക്കും അത്. കാണാൻ പറ്റില്ല, പക്ഷെ ഇറങ്ങാനും പാടില്ലല്ലോ. ഇറങ്ങാനും പാടില്ല, അതാണ്. എന്തായാലും ഇത് റോഡും കൂടിയല്ലേ, അപ്പൊ അവിടെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇലക്ഷന്റെ അല്ലേ? എല്ലായിടത്തും അതൊക്കെ തന്നെയാണ്. എല്ലായിടത്തും ഇലക്ഷന്റെ പരിപാടി തന്നെയാണ്. പക്ഷെ നമ്മളിപ്പോ ഇലക്ഷന്റെ പരിപാടിന്റെ ഉള്ളിലോട്ട് നമ്മളിപ്പോ ചെല്ലും, ഒത്ത നടുക്കോട്ട് എന്നല്ലേ. ഇത് നമ്മുടെ വയനാടൻ ചുരം കയറുന്ന പോലെ തന്നെ ഉണ്ടല്ലേ? ആ ഒരു ഫീൽ തന്നെ ഉള്ളൂ. മറ്റേ വഴി നമ്മൾ പിന്നെ കയറി കയറി നമുക്ക് ശീലമായതുകൊണ്ട് ഇതൊരു പുതിയ അനുഭവമാണ്. മൊത്തം വലിയൊരു ഫോറസ്റ്റിൽ കൂടിയാണ്. പക്ഷെ ഈ വഴിയിൽ വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ. പക്ഷെ വരുന്ന വണ്ടികൾ 100-110 വരുന്നത്. സ്പീഡ് എന്ന് പറഞ്ഞു ആനവണ്ടിയൊക്കെ വരുന്ന വരവ് കാണും. അതെ അതെ. ആ വണ്ടിക്കാണ് ആകെപ്പാടെ പോകാനുള്ള ഒരു വഴികൾ കണ്ടോ? പുള്ളിക്കൊക്കെ എങ്ങനെയോ എന്തോ ഭാഗ്യം കൊണ്ട് തിരിഞ്ഞു കിട്ടുന്നതാണ്. ൂന്നൊക്കെ പറഞ്ഞിട്ട് അത് വളവും അമ്മാതിരി വലിയ വലിയ വളവുകളാണ്. അത് കയറ്റി ഒടിച്ചാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ സ്പീഡ് കാരണം ഒടിഞ്ഞു കിട്ടുന്നില്ല. ഒരു വണ്ടി വന്നാൽ എന്ത് ചെയ്യുന്ന അവർക്ക് അറിയുപോലുമില്ല. ഒരു ചേട്ടനെ ഒന്ന് കയറ്റി വിട്ടേക്കാം, 2 ചേട്ടന്മാരെ കയറ്റി വിട്ടേക്കാം. ഭയങ്കരമായിട്ട് ഹോൺ അടിക്കുന്നുണ്ടായിരുന്നേ. നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് പോകുമ്പോഴേ നമുക്ക് തിരക്കില്ലല്ലോ. അവർക്ക് തിരക്കുണ്ടാവും. അതെ. ഇനി അവിടെ എന്തെങ്കിലും പരിപാടി നടക്കുന്നുണ്ടല്ലോ പാർട്ടിയിലൊക്കെ, അപ്പൊ അതിനൊക്കെ പോകുന്നവരായിരിക്കും. അതെ അതെ. ഈ ഫോറസ്റ്റിന്റെ പേരെന്താ അറിയോ? വലിയ മാവ് ഫോറസ്റ്റിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എങ്ങാനാണെങ്കിൽ മറ്റേ നമ്മുടെ പുള്ളി ഇറങ്ങിയേക്കുന്നത് ദൈവത്തിനറിയാം. പക്ഷെ ഇവിടത്തെ നോക്കിയാൽ ഫുള്ളൊരു ഗ്രീനറി അല്ലേ നോക്കിയല്ലേ? മൊത്തത്തിലൊരു വല്ലാത്തൊരു പച്ച, നല്ല ഭംഗിയുള്ള പച്ചപ്പ്. ആ ഒരു കടുത്ത പച്ചപ്പല്ല, ഒരു കിളുന്ത് പച്ചപ്പുണ്ടല്ലോ. കിളുന്തോ? ഇളം പച്ച. നല്ല രസമുണ്ട് ഇതിൽ കൂടി വരാൻ. മറ്റേ റൂട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ മറ്റേ വെള്ളച്ചാട്ടവും ആ ഒരു വൈബ്, കാടിന്റേതായ വൈബ്, എല്ലാം ഒരു രസം. അങ്ങനെ നമ്മൾ ഇടുക്കി എത്തി അല്ലേ? ഇടുക്കി ചെറുതോണി. ഇടുക്കി എത്തിന്നല്ല, നമ്മൾ നേരത്തെ ഇടുക്കി എത്തിയതാ. ഇടുക്കി ചെറുതോണിയിൽ എത്തിട്ടോ നമ്മള്.
ഇനി എന്താണ് പരിപാടി? ഇവിടെയൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നല്ലേ? ഇവിടേക്ക് അറിയാട്ടാ. ഇതൊക്കെ മൊത്തം പാറയൊക്കെ പൊട്ടിച്ച് അത് വെച്ചിരിക്കുന്നു. പൊട്ടിയതല്ല, പൊട്ടിച്ചതാ. ഇതൊക്കെ ചേച്ചി കൊറേ പ്രാവുകൾക്ക് തീറ്റിട്ട് കൊടുത്തതാ. ഈ ചേട്ടൻ എന്താ ഇങ്ങനെ പോണത്? ചേട്ടന് മുന്നിലുള്ള വണ്ടി കാണുമായിരിക്കും. മുമ്പിൽ വണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ ചേട്ടൻ വല്ല സ്റ്റോക്ക് ഇറക്കാൻ വേണ്ടി പോകുന്നതായിരിക്കും. കടകളിൽ ഇറക്കാനാണോ? പോലീസ് വണ്ടിയും കിടക്കുന്നു. അപ്പൊ നമ്മൾ ഇനി എങ്ങോട്ടേ? ഇടുക്കിന്റെ മെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടുക്കി ഡാമാണ്. അതായത് ഇടുക്കി ആർച്ച് ഡാം. നമുക്ക് ആദ്യം അത് വേണം കാണാൻ അല്ലേ? കാണാൻ പറ്റുമോ? ഓപ്പൺ ആന്നൊക്കെയാണ് കാണിക്കുന്നത്. ചിലവര് പറയുന്നത് ശനി ഞായറും മാത്രമേ ഉള്ളൂ എന്ന് ഇങ്ങനെ ഒരു ശ്രുതി കേൾക്കുന്നു. സത്യാവസ്ഥ നമുക്ക് അറിയത്തില്ല. പോയാൽ എന്തായാലും അറിയാലോ. പോയി നോക്കാം നമുക്ക്. ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് നോക്കാം. പുറത്തുനിന്നെങ്കിലും ഒരു വ്യൂ കിട്ടിയാൽ മതിയായിരുന്നു. നമുക്ക് പിന്നെ പൊതുവേ എന്താണെന്നറിയോ, ഇന്ന് രാവിലെ നമുക്ക് പണി പാളി ഒന്ന് പോയി വെള്ളം ഇല്ലായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഒരു ദിവസം രാവിലത്തെ അലമ്പായി പോയാൽ പിന്നെ നോക്കേ വേണ്ട. അന്നത്തെ ദിവസം അന്നത്തെ വീഡിയോയെ അലമ്പായിരിക്കും അല്ലേ? ഇപ്പൊ വെള്ളച്ചാട്ടങ്ങളിലൊന്നും പോവാതിരിക്കുന്നതാണ് നമുക്ക് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. വെള്ളച്ചാട്ടങ്ങളിൽ ഇപ്പൊ വെള്ളം കാണാൻ ചാൻസ്. പക്ഷെ നമ്മൾ പോയ ആ വെള്ളച്ചാട്ടത്തിൽ വെള്ളം ഉണ്ടായിരുന്നല്ലോ. അതിരപ്പള്ളിയാ? അത്രയും വലിയ വെള്ളച്ചാട്ടം ആയതുകൊണ്ട് അത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം അല്ലേ? എന്തായാലും നമുക്ക് ഇനി ഡാം കാണാൻ പോവാം. അതെങ്കിലും കാണാൻ പറ്റുമോ നോക്കാം. അതെ, പോയി നോക്കാം. അലമ്പായി ഇല്ലെങ്കിൽ ഞാൻ വേറെ വഴി കണ്ടിട്ടുണ്ട്. ആണോ? പോയി നോക്കാം. അങ്ങനെ നമ്മള് ഇടുക്കി ഡാമിന്റെ വഴിയിലേക്ക് തിരിഞ്ഞു അല്ലേ? ഇനി അവിടെ എത്താൻ പറയാ. വീഡിയോ എടുക്കാൻ പറ്റുമോ? ലേറ്റ് ആയോ? ലേറ്റ് ആയെന്നല്ല, വീഡിയോ എടുക്കാൻ സമ്മതിക്കലില്ല ഇവിടെ. പറ്റില്ല. ഡ്രോൺ പോലും പറത്താൻ സമ്മതിക്കാറില്ല. ഡ്രോൺ പറത്തില്ല, പക്ഷെ വീഡിയോ എടുക്കത്തില്ലേ? നോക്കാം, നമുക്ക് അങ്ങോട്ട് എത്തുമ്പോ അറിയാലോ. പോയി നോക്കാം. ചക്ക തൂങ്ങി കിടക്കുക. ചക്ക തൂങ്ങി കിടക്കും. അപ്പോ നമ്മൾ വിചാരിച്ച പോലെ തന്നെ നടന്നല്ലേ? അത് സംഭവിച്ചു. ഇത് പൂട്ടിയിട്ടിരിക്കുകയാണ്. ഭയങ്കര ഇൻകൃതി ആയി പോയി മൊത്തത്തില് അല്ലേ? ഇറങ്ങിയാൽ നമുക്ക് ഇവിടുന്ന് താഴേക്കുള്ള ഒരു വ്യൂ ഒക്കെ കാണാം. ബാ, നീ ബാ. അതായത് ആൻസി, ഈ കാണുന്നതാണ് ആർച്ച് ഡാം കേട്ടോ. ഇത് ശരിക്കും എന്തിനു വേണ്ടി നിർമ്മിച്ചതാണെന്നറിയോ? വൈദ്യുതി, ഇലക്ട്രിക്, അതായത് കറണ്ട് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം നിർമ്മിച്ചേക്കുന്ന ഒരു ഡാമായിരുന്നു ഇത്. പിന്നെ ഈ താഴേക്ക് കാണുന്നതൊക്കെ നോക്കി അടിപൊളിയല്ലേന്ന്. കാണാൻ വരണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നപ്പോൾ പൂട്ടി കിടക്കുന്നു. ഒരു ചേട്ടൻ പറഞ്ഞു ഓപ്പണാ മക്കളെ. ഒരു ചേച്ചി പറഞ്ഞു ഞായറാഴ്ച ദിവസം എല്ലാം തുറക്കും, ശനി ഞായറും തുറക്കും. പക്ഷെ ഇന്ന് ശനി ഞായറും അല്ല, സംഭവം ഓപ്പണാണ്. ഇവിടം വരെ ഗേറ്റ് വരെ വരാൻ പറ്റുള്ളൂ. എനിക്ക് വേറെ കാര്യം, ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം ആയിരുന്നു, ആണ്. പിന്നെ ഏഷ്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാം ആയിരുന്നു. ഇപ്പോൾ ചൈനയിലെയാണ് ഏറ്റവും വലിയ. ഇത് 2ാം സ്ഥാനമുള്ളൂ ഇപ്പോൾ. അപ്പോൾ നമുക്ക് മെല്ലെ വിട്ടാലോ? ഈ പ്രകൃതി രമണീയായ സ്ഥലത്തുനിന്ന് നമുക്ക് പോയാലോ? അടിപൊളി സ്ഥലമൊക്കെയാണ് കേട്ടോ. ഇനി എങ്ങോട്ടാ? ഇനി നമുക്ക് അടുത്ത പാളൽ ചെറുതോണി. അടച്ചു പോവോ ഇന്ന്? മൊത്തം പാളലായതുകൊണ്ട് പൂട്ടുവോ? ഫുൾ ഓഫ് പാളലാണ്. പോയി നോക്കാം, വേറെ ഒന്നും പറയാൻ പറ്റില്ല. ഞാനെ കണ്ടിട്ട് ഇറങ്ങിയെന്നൊക്കെ ചോദിക്കില്ലേ, അതുപോലത്തെ ദിവസമായി പോയിട്ടോ. നാഷണൽ ഹൈവേ തിരിഞ്ഞിരിക്കുകയാണ്. ഞങ്ങളങ്ങനെ താഴെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇതുണ്ടോ ഡാമിന്റെ വേറൊരു സൈഡ് വ്യൂ ഫുള്ള് കാണാം. ഡാം മൊത്തം കാണാം അല്ലേ? വെള്ളം പോലും കാണാൻ പറ്റില്ല എന്നുള്ളതാണ് വേറെ ട്വിസ്റ്റ്. ഒന്നും കാണാൻ പറ്റില്ല. നമ്മളിപ്പോ മേളിൽ നിന്ന് കണ്ടതിന്റെ കുറച്ച് താഴേക്ക് ഇറങ്ങിയിട്ടുള്ളതാണ് ഇപ്പൊ കാണുന്നത്. അപ്പൊ പോവാം. അടുത്ത ഡാം നോക്കിയാണല്ലോ നമ്മൾ ഇറങ്ങിയത്. ചെറുതോണി. നമ്മൾ ശരിക്കും മണ്ടന്മാരല്ലേ? നമ്മൾ ചെറുതോണി വഴിയല്ലേ ഇങ്ങ് പോന്നേ? അതെ. അപ്പൊ അവിടുത്തെ ആർച്ച് ഡാം കാണണമെന്നും പറഞ്ഞിങ്ങ് പോന്നാ. അതെ, ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെയായെന്ന് അറിഞ്ഞു. എന്തായാലും ഇനി അങ്ങോട്ട് പോവാം. അപ്പൊ പ്രോപ്പർ ഇടുക്കി ഇതാണ് അല്ലേ? ഇവിടെ ഇടുക്കിന്ന് ബോർഡ് വെച്ചേക്കുന്നുണ്ടോ? ഇടുക്കി. കണ്ടു. കണ്ടില്ലേ? കണ്ടു. എന്നാ പോലെ ഇതാണ് പ്രോപ്പർ ആയിട്ടുള്ള ഇടുക്കി. അങ്ങോട്ട് കാണുന്നുണ്ടോ? ഇങ്ങോട്ട് ഇങ്ങനെ തിരിഞ്ഞാലാണ് നമ്മുടെ ആർച്ച് ഡാമിന്റെ കുറേശ്ശെ കാണില്ല. ഇവിടെയൊക്കെയാണ് നമ്മുടെ മറ്റേ മഹേഷിന്റെ പ്രതികാരമില്ലേ സിനിമ, അതൊക്കെ പിടിച്ചത്. അത് മാത്രല്ല കേട്ടോ, കൊറേ സിനിമയുണ്ടേ. കൊറേ സിനിമകളില്ലേ? ഇഷ്ടം പോലെ സിനിമകളുണ്ട്. ഈ ഗ്രൗണ്ടിൽ കിടന്നാണ് ഏതാണ്ടാണ് അവരന്ന് അടികൂടിയത്.
ഇവിടെ വണ്ടി ഇറക്കാലോ, പോലീസ് വണ്ടി. അങ്ങനെ ഇപ്പൊ നമ്മള് മനസ്സിലായോ? താഴെ എത്തി. അല്ല ഇപ്പൊ മനസ്സിലായോ ഞാൻ പറഞ്ഞത് ശരിയാണെന്നുള്ളത്? അതെ 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 കറക്റ്റ്. ഇടുക്കി ഡാം ഫുള്ളായിട്ട് കാണാം. ഫുള്ളായിട്ട് ഇതിന്റെ താഴെയാണ് ഒരു അപ്പച്ചനും ഒരു അമ്മച്ചിയും താമസിക്കുന്നുണ്ടെന്നൊക്കെ അത് ഉള്ളിൽ നിന്ന് വേറെ വഴിയുണ്ട്. വേറെ വഴി ഉണ്ടാവും. അവിടുന്ന് അങ്ങനെ പോയിട്ട് ഉള്ളിലേക്ക് കയറണം. ഇത് ഞാൻ പറഞ്ഞില്ലേ മറ്റേ ഗ്രൗണ്ടാണ്. ഇത് പൊളിച്ചില്ലേ? ഇവിടെ പുള്ളി ചെരുപ്പൊക്കെ ഇടാണ്ട് ഇങ്ങനെ അടിക്കുന്നൊക്കെ സീനുണ്ടല്ലോ, അതാണ്. ഒന്നും അറിയില്ല, ആ സീനൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഇരിക്കിടാൻ പൊളിച്ചെന്തായാലും ഇങ്ങനെ നല്ലൊരു സീനറി അല്ലേ? അതെ പൊളിച്ച്. പഠിക്കുവാണോ? ഇടുക്കി ഡാം. ചേട്ടനും ചേച്ചി വണ്ടി ഓടിക്കുക. എന്താണ് ബ്രേക്ക് ഇല്ലേ? ബ്രേക്ക് കൊണ്ടൊന്ന് ടെസ്റ്റ് ചെയ്തതാണ്. പോവാ നമുക്ക് ഇവിടുന്ന്. ചേച്ചി ചേട്ടനും കൂടെ നമ്മളെ മേത്തിന്റെ ബ്രേക്ക് ടെസ്റ്റ് ചെയ്യണ്ടല്ലോ, തമ്മിൽ ചീത്ത പറയാൻ തോന്നുന്നു. പോവാം, പോയേക്കാം. ഈ പാലം ആ മേളിൽ നിന്ന് വെള്ളം ഒഴുകി വന്നിട്ടേ ഒരുപാട് പ്രാവശ്യം, ഇത് പണ്ട് ഇത്രയും വലിയ പാലല്ലായിരുന്നു, പൊട്ടിപ്പൊളിഞ്ഞു പോയത്. എന്നിട്ട് പിന്നെ അത് റെഡിയാക്കി ഇങ്ങനെ ആക്കി സെറ്റപ്പ് ആക്കിയേക്കുന്ന. പൊളിഞ്ഞു പോകുന്നോണ്ട് നല്ല ഉറപ്പിൽ ഇപ്പൊ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മള് ചെറുതോണി ഡാമിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വഴിയൊന്നുമില്ല. ഈ വഴി തന്നെയല്ലേ അറിയില്ല. മൊത്തത്തിൽ എന്തോ ഒരു പ്രശ്നം. ഗൂഗിൾ അമ്മച്ചി കാണിച്ചു തരുന്ന വഴിയേ പോവുകയാണ് ഞങ്ങൾ. എന്തോ മൊത്തത്തില് പ്രശ്നമുണ്ട് എന്തായാലും. പക്ഷെ ഇവിടെ മൊത്തം റോഡ് പണിയോ എന്തൊക്കെയോ പണികളൊക്കെ നടക്കാണല്ലോ. ആണോ? ഷിറ്റായല്ല. ഇവിടുന്ന് താഴെ വരെ ഈ വഴിയുള്ളൂ, വാഴയ്ക്ക് വഴിയില്ല. ഇല്ലേ? തിരിച്ചു പോകേണ്ടി വരുമല്ലോ ദൈവമേ. വണ്ടിക്ക് ഷോക്കൊക്കെ ഉണ്ട് അല്ലേ? അതെല്ലാം വർക്കാവുന്നുണ്ട്. ഇന്നെന്തോ അതൊക്കെ മനസ്സിലാവുന്നുണ്ട് നന്നായിട്ട്. എങ്ങോട്ട് റൈറ്റ്? ഇവിടുന്ന് എങ്ങോട്ട് റൈറ്റ്? എന്റെ പൊന്നമ്മച്ചി ഇത്രയും തന്നതുപോലെ. വിദ്യാസാധൻ സ്കൂള്, അവിടുന്ന് റൈറ്റിലേക്ക് വഴിയുണ്ടെന്ന് തോന്നുന്നു. ആ ഉണ്ട്. ഒരു വഴി കണ്ടു. നമുക്ക് പോവാൻ പറ്റുമെന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. എവിടെ നോ എൻട്രി ഒന്നും വെക്കുന്നില്ല, അതാണ് മെയിൻ ഒരു പ്രത്യേകത. എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? നമുക്കതില്ലല്ലോ. അപ്പൊ പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും അത് പറത്തൂലല്ലോ. ഇതാണ് നോ എൻട്രി അൺലെസ് ഓതറൈസ്ഡ്. അന്യർക്ക് പ്രവേശനം ഇല്ല. നെഹി. ചെറുതോണി ഡാം. ഇവിടെ പക്ഷെ എഴുതിയിട്ടുണ്ട് ഫോണിൽ പോലും ഫോട്ടോ എടുക്കരുതെന്ന്, ഉള്ളിൽ കയറ്റുകയും ചെയ്യരുതെന്ന്. അപ്പൊ ഇവിടെയൊക്കെ ഫോട്ടോയും ഒന്നും എടുക്കാനൊന്നും പാടില്ല, വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല. ഫോണേ ഉപയോഗിക്കരുതെന്ന് എഴുതിയേക്കുന്നത് അതിന്റെ ഉള്ളിലേക്ക് പോകുമ്പോ. എന്താ പോലും നാട്ടിൽ നല്ല തല്ല് കിട്ടില്ലേ അല്ലേ? ഇനിയിപ്പോ ഇവിടെ വന്ന് ഇവിടത്തെ തല്ലുതിനെ വെറുതെ മേടിച്ചു കൊടുക്കും. നമുക്ക് പോവാം. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, ഈ രണ്ട് സ്ഥലത്തേക്കും നോ എൻട്രി ആണ്. എന്നാ പിന്നെ ഇതിന്റെ ഫ്രണ്ട് ഗൈറ്റിൽ തന്നെ ഒരു നോ എൻട്രി ബോർഡ് അങ്ങ് വെച്ചാ പോരെ. ഇതിന്റെ മൂട്ടിൽ വെക്കേണ്ട ആവശ്യമുണ്ടോ അല്ലേ? അതിന്റെ മൂട്ട് കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ഇവിടുന്ന് അവിടെ വരെ പോയാലല്ലോ. ഇപ്പൊ നമ്മളെ പോലുള്ള ആൾക്കാർക്ക് അറിയില്ലല്ലോ. നമ്മളിപ്പോ വേറൊരു ജില്ലയിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ഇതിനെ പറ്റി അറിയാം, ഈ ജില്ലക്കാർക്ക് അറിയായിരിക്കും, നമുക്കറിയില്ലല്ലോ. എന്തൊരു കഷ്ടമാണെന്തോ. വണ്ടി കയറി വരുന്നു. ഇതിന്റെ എല്ലാം ഓഫീസർമാരൊക്കെ ജോലിക്കാരായിരിക്കും അല്ലേ? ഇവിടെ നോ എൻട്രി ബോർഡൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല, ഇവിടെ ഇല്ല. നമ്മളത് കണ്ടിട്ടെങ്ങാനും പോയതാണോ ഞാൻ നോക്കുവായിരുന്നു. അല്ലേ? അപ്പൊ അങ്ങനെ ഇടുക്കിയിൽ വെച്ച് ഞങ്ങൾ ഇവിടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടില്ല ഇന്നത്തെ വീഡിയോ? ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല, സത്യസന്ധമായിട്ട് പറയണല്ലോ അല്ലേ? അതായത് നമുക്ക് ആദ്യം തന്നെ നമ്മൾ അരുവിക്കുത്ത് വാട്ടർഫാൾസ് പോയി, അവിടെ പാളി. പിന്നെ നമ്മൾ ഇവിടെ വന്നു, നമ്മുടെ ഇടുക്കി ഡാം കണ്ടു, അവിടെയും പാളി. പിന്നെ നമ്മുടെ ചെറുതോണി ഡാമിന്റെ അവിടെ പോയി, അവിടെ. പക്ഷെ ഇതേ സംഭവങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റി, പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച പോലെ അങ്ങോട്ട് ആയിട്ടില്ല, എത്തിയിട്ടില്ല. ഇടുക്കി ഡാം പണ്ടും ഇങ്ങനെ കാണാൻ പറ്റില്ല എന്ന് നമുക്കറിയാം. നമ്മൾ അന്ന് വന്നപ്പോഴും കാണാൻ പറ്റുമൊന്നുമില്ല. പിന്നെ ഒരു ചേച്ചീനെ അടുത്ത് ചോദിച്ചപ്പോൾ ചേച്ചി കാണാൻ പറ്റും എന്ന് പറഞ്ഞതിന്റെ പേര് മാത്രം ഞങ്ങൾ പോയി നോക്കിയതാണ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് പ്ലാൻ ചെയ്താണ് ഇറങ്ങിയത്. ഇപ്പൊ കാണിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടു. അപ്പൊ അതൊക്കെ പ്ലാൻ ചെയ്താണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷെ അത് കുഴപ്പമില്ല, എന്തായാലും പ്ലാൻ ഫുൾ ഔട്ട് ഡ്രോപ്പ് ആയി. അപ്പൊ അടുത്ത ദിവസങ്ങളിലെ വീഡിയോസിൽ നമ്മൾ അത് തിരിച്ചു പിടിക്കുന്നതായിരിക്കും. അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഇവിടെ എവിടെയെങ്കിലും ഒക്കെ സൈഡാക്കാൻ പോവാണ് വണ്ടി അല്ലേ? ഇനി ഞങ്ങൾ കിടക്കുന്ന കാണിച്ച് വെറുതെ ബോർ അടിപ്പിക്കുന്നില്ല, ഓൾറെഡി ബോറായി. എന്തായാലും വണ്ടി തന്നെ കിടക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. കാരണം എന്നും റൂം എടുത്താൽ ശരിയാവില്ലല്ലോ. അതെ,
അപ്പൊ ഇത്രയൊക്കെ എന്തോ തലവേണി അപ്പായിക്ക് രണ്ടുപേർക്കും എന്തോ പറ്റി. അപ്പായിക്കും എനിക്കും ആദ്യമേക്ക് എന്തോ പറ്റിപ്പോഴാണ് റൂം എടുത്തത്. അതെ, ഇന്നലെ റൂം എടുക്കാനുള്ള കാരണം ഞങ്ങൾക്ക് 3 ആൾക്കും എന്തോ പറ്റിപ്പോയി. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ റൂം എടുത്തത്. അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ റൂം എടുക്കില്ല അല്ലേ? കൊച്ചിനറിയാം, കാരണം കൊച്ചു നമ്മുടെ കൂടെ നാഗാലാൻഡ് വരെ വന്ന കൊച്ചാണ്. അപ്പൊ കൊച്ചിനറിയാം. അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞോട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയ വിശേഷങ്ങളും പുതിയ കാഴ്ചകളായിട്ട് ഞങ്ങൾ നാളെ വരുന്നതായിരിക്കും. അപ്പൊ നാളെ നമുക്കൊരു പണിയാം, അഞ്ചുരുളി മൂന്നാർ അങ്ങ് കയറാം. അതാണ് ഞങ്ങളുടെ നാളത്തെ പ്ലാനിങ്. അത് ഇന്നേ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അപ്പൊ പുതിയ വീഡിയോയിൽ കാണുന്നോടും വരെ ബൈ ബൈ.